അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് 2025 ഫെബ്രുവരി 27 നടന്ന USS എക്സാമിലെ ഒന്നാം ഭാഷ അറബി ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇഖ്റഉൽ ഫിഖ്റ വ അജിബ് അനിൽ അസ്ഇല, അതാണ് ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ. അതായത് താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു പാരഗ്രാഫ് വായിച്ചുകൊണ്ട് അതിന് താഴെ വരുന്ന 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് കേട്ടോ. നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. അസ്ബഹത്ത് ആസിമത്തുൽ ഹിന്ദി മുസ്ദഹിമത്തൻ സ്വബാഹൽ യോമി സാദിസ് വൽ 20 മിൻ യനായിർ. അസ്ബഹത്ത്, അസ്ബഹ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു എന്നാണ് അല്ലേ. അസ്ബഹത്ത് ആസിമത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ തലസ്ഥാനം ആയിത്തീർന്നു. മുസ്ദഹിമത്തൻ, തിരക്കുള്ളതായിത്തീർന്നു എന്നാണ്. മുസ്ദഹിമത്ത് എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ചതായിത്തീർന്നു എന്നാണ്. സ്വബാഹൽ യോമി സാദിസ് വൽ 20 മിൻ യനായിർ, ജനുവരി 26 അന്ന് രാവിലെ, ജനുവരി 26 രാവിലെ എന്താണ്, ഇന്ത്യയുടെ തലസ്ഥാനം തിരക്ക് പിടിച്ചതായിത്തീർന്നു എന്നാണ്. വഫീ ദാലിക്കൽ യൗമി, ആ ഒരു ദിവസത്തിൽ സോറത്തിൽ ഹിന്ദ് ജുംഹൂരിയത്തൻ, ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആ ഒരു ദിവസത്തിലാവുന്നു എന്നാണ് കേട്ടോ. ഇസ്തഫ ജുയൂഷു അമാമ ബവാബത്തിൽ ഹിന്ദ്. ഇസ്തഫ, ഇസ്തഫ എന്ന് പറഞ്ഞാൽ അണിയണിയായി നിൽക്കുക എന്നാണ്. അൽ ജുയൂഷു, സൈന്യങ്ങൾ അണിയണിയായി നിന്നു. അമാമ ബവാബത്തിൽ ഹിന്ദ്, ബവാബത്തിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇന്ത്യ ഗേറ്റ് അല്ലേ. ഇന്ത്യ ഗേറ്റിൻ്റെ മുൻപിൽ ഇന്ത്യൻ സൈന്യം അണിയായി നിന്നു. ഖദിമ സാഹിബ് സഅദ റഈസുൽ ഹിന്ദ് വറഫഅ അൽ അലമ, അങ്ങനെ അങ്ങോട്ട് ആര് വന്നു, ഖദിമ എന്ന് പറഞ്ഞ് മുന്നിട്ടു അല്ലെങ്കിൽ അവിടേക്ക് കടന്നു വന്നു എന്നാണ്. സാഹിബ് സഅദ, ബഹുമാനനായിട്ടുള്ള ഇന്ത്യൻ പ്രസിഡൻറ്റ് അല്ലെ, ഇന്ത്യൻ പ്രസിഡൻറ്റ് അങ്ങോട്ട് കടന്നു വന്നു എന്നാണ്. വറഫഅൽ അലമ, എന്നിട്ട് അദ്ദേഹം പതാക ഉയർത്തി. വസ്തലമ തഹിയാത്തി മിനൽ ജുനൂദി, സൈന്യങ്ങളിൽ നിന്നുള്ളതായ ആ ഒരു അഭിവാദ്യങ്ങൾ അല്ലെ, ആ ഒരു സല്യൂട്ടുകളൊക്കെ അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് താഴെ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മൈ യർഫഉ അലമൽ ഹിന്ദി ഫി യൗമി ജുംഹൂരിയത്തിൽ ഹിന്ദി. മൈ യർഫഉ, ആരാണ് ഉയർത്തുന്നത്, അലമൽ ഹിന്ദ്, ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് ആരാണ്, ഫി യൗമി ജുംഹൂരിയത്തിൽ ഹിന്ദ്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റഈസുൽ വുസറാ, ആരാണ് റഈസുൽ വുസറാ, പ്രധാനമന്ത്രിയാണ് അല്ലേ. അതുപോലെ തന്നെ റഈസുൽ ഹിന്ദ്, ഇന്ത്യയുടെ പ്രസിഡൻറ്റ്. അതുപോലെ തന്നെ വസീറുൽ വുസറാ, മുഖ്യമന്ത്രി. അൽ ലൊയ്ഫുൽ മുഹിം, അന്നത്തെ പ്രധാനപ്പെട്ട ഗസ്റ്റ് അല്ലെ, ചീഫ് ഗസ്റ്റ്. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ്. ആരാണ് ശരിയുത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി ആണ്, റഈസുൽ ഹിന്ദ് അല്ലെ, ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് റിപ്പബ്ലിക് ഡേയുടെ അന്ന് പതാക ഉയർത്തുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഫി അയ്യോമിൻ സോറത്തിൽ ഹിന്ദു ജുംഹൂരിയത്തൻ, ഏത് ദിവസമാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് കേട്ടോ. ഫി അയ്യോമിൻ സോറത്തിൽ ഹിന്ദു ജുംഹൂരിയത്തൻ എന്നാണ്. ഓപ്ഷൻ എ യനായിർ 26, ജനുവരി 26. ഓപ്ഷൻ ബി ഓഗസ്റ്റ് 15 അല്ലേ, ഓഗസ്റ്റ് 15. ഓപ്ഷൻ സി നോക്കൂ, അസാനി ഒക്ടോബർ, ഒക്ടോബർ 2. പിന്നെ സലാസൂന യനായിർ, ജനുവരി 30. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. ഏതാണ് ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ എ ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടുള്ളത് അല്ലേ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നുക്കമ്മിലുൽ ഫറാഅ ബി കലിമത്തിൻ മുനാസിബത്തിൻ, അതായത് വിട്ട ഭാഗം പൂരിപ്പിക്കുവാനാണ്. ബി കലിമത്തിൻ മുനാസിബത്തിൻ, യോജിച്ച പദങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലം ഫില്ല് ചെയ്യുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കൂ, തൊബീബുൻ മുസ്തഷ്ഫ, അതായത് അവിടെ 2 ജോഡികളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. തൊബീബുൻ ഡോക്ടർ, മുസ്തഷ്ഫ ഹോസ്പിറ്റൽ. അതുപോലെ മുഹന്ദിസ്, മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എൻജിനീയറാണ്. മബ്നിയത്തുൻ കെട്ടിടം. സവാക്ക്, സവാക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ്. മർക്കബ് വാഹനം. പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കൂ. മുദരിസുൻ എന്നാണ് അല്ലേ, അധ്യാപകൻ. അപ്പോൾ അതിൽ ഏതാണ് മാച്ചായി വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ താഴ്ന്ന് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ്. മുമരിദുൻ എന്ന് പറഞ്ഞ നഴ്സ്. അതുപോലെ താജിർ കച്ചവടക്കാരൻ. ഷുർത്തി പോലീസുകാരൻ. മദ്രസത്ത് സ്കൂൾ എന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷനും വേണ്ട. ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി ആണ് അല്ലേ, മദ്രസത്തുൻ എന്നുള്ളതാണ് അവിടെ. മുദരിസുൻ, അധ്യാപകൻ എവിടെയാണ് ഉണ്ടാകുന്നത്, സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്.
വരുന്നത് കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. അസ്ബഹൽ മാ ഉ ഡാഷ് എന്നാണ്. അസ്ബഹൽ മാ ഉ വെള്ളം ആയിത്തീർന്നു. ഓപ്ഷൻസ് നോക്കൂ. ബാരിദൻ, ബാരിദുൻ, ബാരിദിൻ, ബാരിദത്തുൻ എന്നാണ്. ഇതിലേതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ അസ്ബഹൽ മാ ഉ ബാരിദൻ എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം അസ്ബഹ എന്ന് പറയുന്നത് കാനയുടെ അഹവാത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് ശേഷം വരുന്നതായ ഇസ്മിന് റഫ് ആയിരിക്കും, അഥവാ ലൊമ്മായിരിക്കും വരുന്നത്. ശേഷം വരുന്ന പദത്തിന് അഥവാ അതിൻ്റെ ഖബറിന് നെസ്ബുമായിരിക്കും, അഥവാ ഫതഹുമായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അസ്ബഹൽ മാ ഉ ബാരിദൻ എന്ന് പറയുവാനുള്ള കാരണം. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. ലൻ ഡാഷ് അൽ മുഖദ്ദിറാത്തി അബദൻ. ലൻ എന്താണ്? അവിടെ ഒരിക്കലും ഇല്ല അല്ലേ. അൽ മുഖദ്ദിറാത്തി അബദൻ, ലഹരി ഒരിക്കലും ഞങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നാണ് പറയേണ്ടത്. അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. നെസ്തഖ്ദിമ, നെസ്തഖ്ദിമു, നെസ്തഖ്ദിമി, നുഹാഫിലു. എന്തായിരിക്കും ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ലൻ നെസ്തഖ്ദിമ എന്നാണ് വരുന്നത് അല്ലേ. ലൻ നെസ്തഖ്ദിമൽ മുഖദ്ദിറാത്തി അബദൻ, ഞങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ല എന്നുള്ളതാണ് കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഫിഅൽ മുലാരിയുടെ മുൻപിൽ ലൻ വന്നു കഴിഞ്ഞാൽ അല്ലേ, അല്ലൻ, ഇതൻ, കൈ ഇവ വന്നു കഴിഞ്ഞാൽ ശേഷം വരുന്ന ഫിഅൽ മുലാരിയുടെ അവസാനത്തിൽ എന്തായിരിക്കും വരുന്നത്? നെസ്ബായിരിക്കും വരുന്നത് അല്ലേ. അപ്പം ലൻ നെസ്തഖ്ദിമ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. അന ഡാഷ് കുറത്തൽ ഖദമി. അന ഞാൻ ഫുട്ബോൾ കളിക്കുന്നു. എങ്ങനെയാണ് പറയുക? ഓപ്ഷൻസ് നോക്കൂ. നെൽ അബു ഞങ്ങൾ കളിക്കുന്നു, തെൽ അബു അവൾ കളിക്കുന്നു, അൽ അബു ഞാൻ കളിക്കുന്നു, എൽ അബു അവൻ കളിക്കുന്നു. ഏതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. അന അൽ അബു കുറത്തൽ ഖദമി എന്നാണ് വരിക. ഇനി നെക്തുബുൽ അജ്വിബ, അവിടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമെന്നാണ്. 7 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതുവാനാണ്. ലി ഐ റിവായത്തിൻ ഹസുലത്ത് അസ്സയ്യിദ ജൂഹ അൽ ഹാരിസി ജായിസത്ത മാൻ ബുക്കർ അൽ ആലമിയ. വേൾഡ് മാൻ ബുക്കർ പ്രൈസ് ജൂഹ ഹാരിസിക്ക് ലഭിച്ചത് ഏത് നോവലിനാണ് എന്നാണ്. അപ്പോൾ അവരുടെ ഏത് നോവലിനാണ് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ. ഓപ്ഷൻ എ നോക്കൂ, സയ്യിദാത്തുൽ ഖമർ. ഓപ്ഷൻ ബി അൽ അബറാത്ത്. ഓപ്ഷൻ സി അജ്നിഹത്തും മിന്നാർ. ഓപ്ഷൻ ഡി അൽ ലിസ്സു വൽ കിലാബ്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ സയ്യിദാത്തുൽ ഖമർ എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി 8ാമത്തെ ചോദ്യം. വസ്വലൽ ദാരിസു വിദ്യാർത്ഥി എത്തി ഡാഷ് അൽ മദ്രസത്തി സ്വബാഹൻ. രാവിലെ സ്കൂളിൽ എത്തി എന്നാണ് പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? ഓപ്ഷൻ അവിടെ നോക്കൂ. ഓപ്ഷൻ എ ഇല എന്നാണ്. ഓപ്ഷൻ ബി അല. ഓപ്ഷൻ സി ഫി എന്നാണ്. ഓപ്ഷൻ ഡി ബി. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. ഇതിലേതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? വസ്വലൽ ദാരിസു ഇലൽ മദ്രസത്തി സ്വബാഹൻ എന്നാണ് അല്ലേ. വിദ്യാർത്ഥി സ്കൂളിലേക്ക് രാവിലെ എത്തി എന്നാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ എ ആണ് ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ഫി അയ്യോമിൻ നെഹ്തഫിലു യോമൽ ഖിറാഅ. വായനാ ദിനമായിക്കൊണ്ട് നാം ആചരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ നോക്കൂ. ഓഗസ്റ്റ് 15 കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി 19 യൂണിയോ ജൂൺ 19. ഓപ്ഷൻ സി 18 ഡിസംബർ 18. ഓപ്ഷൻ ഡി 30 യനായർ ജനുവരി 30. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. ജൂൺ 19 വായനാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. 10ാമത്തെ ചോദ്യം നോക്കൂ. ലൗനു ഡാഷ് അസ്വദൻ. ലൗനു ഡാഷ് അസ്വദൻ എന്നാണ്. ഓപ്ഷൻസ് നോക്ക്. ലൗൻ എന്ന് പറഞ്ഞാൽ നിറം എന്നാണ് അല്ലേ. അസ്വദ് കറുപ്പ്. അപ്പോൾ എന്തിൻ്റെ നിറമാണ് കറുപ്പ് എന്നാണ് നമ്മളവിടെ എഴുതേണ്ടത്. നോക്കൂ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടീച്ചർ പറഞ്ഞുതരാം. ഓപ്ഷൻ എ അൽ ഒറാബു എന്നാണ്. ഓപ്ഷൻ ബി അൽ ഒറാബി. ഓപ്ഷൻ സി അൽ ഒറാബ. ഓപ്ഷൻ ഡി അൽ ബബ് ആ ഒ എന്നാണ്. ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലൗനുൽ ഒറാബി അസ്വദുൻ എന്നാണ് വരിക കേട്ടോ. കാരണം അവിടെ ലൗൻ എന്നുള്ളത് മുലാഫാണ്, അൽ ഒറാബി എന്നുള്ളത് മുലാഫുൻ ഇലേഹിയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് മുലാഫുൻ ഇലേഹിയുടെ അവസാനത്തിൽ എപ്പോഴും ആയിരിക്കും വരുന്നത്, അഥവാ ആയിരിക്കും വരുന്നത് എന്ന്. അതുകൊണ്ടാണ് ലൗനുൽ ഒറാബി എന്ന് പറയുവാനുള്ള കാരണം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇനി 11ാമത്തെ ചോദ്യം നോക്കൂ. ഫി അയ്യോമിൻ നെഹ്തഫിലു ബിൽയോമിൽ ആലമി ലിൽ ലുഗത്തിൽ അറബിയ.
ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് നാം ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. അത്താമിൻ ഡിസംബർ, ഡിസംബർ 8. തമാനിയഷറ ഡിസംബർ, ഡിസംബർ 18. തമാനും വഇശ്രീന ഡിസംബർ, ഡിസംബർ 28. വാഹിദും വസലാസൂന ഡിസംബർ, ഡിസംബർ 31. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 12ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തറിൽ കലിമത്ത് ഷാദ അല്ലെ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ്. സബ്ബാക്ക്, സവ്വാക്ക്, ദഹാന്, അക്കാല് ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് ഇവിടെ. ഓപ്ഷൻ ഡി അക്കാൽ എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 13ാമത്തെ ചോദ്യം. മൻ ഹുവ മുസന്നിഫുൽ കിതാബിൽ മഷ്ഹൂർ അൽ കൗനു ഫി ഖിശ്റത്തി ജൗസിൻ. അൽ കൗനു ഫി ഖിശ്റത്തി ജൗസിൻ എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്, ആ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം. അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. അഹ്മദ് ഷൗഖി, ഓപ്ഷൻ ബി തോഹ ഹുസൈൻ, ഓപ്ഷൻ സി സ്റ്റീഫൻ ഹോക്കിംഗ്, ഓപ്ഷൻ ഡി അഹമ്മദ് ദർവേഷ്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെതാണ് ഏത് അൽ കൗനു ഫി ഖിശ്റത്തി ജൗസിൻ എന്നുള്ള ആ ഒരു പുസ്തകം. ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ ഇതാണ് അൽ കൗനു ഫി ഖിശ്റത്തി ജൗസിൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ. മാഹിയ ഒംലത്തു സീൻ ചൈനയുടെ നാണയം ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ഡോളർ, ഓപ്ഷൻ ബി റൂബിയ, ഓപ്ഷൻ സി യുവാൻ, ഓപ്ഷൻ ഡി റിയാൽ. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി യുവാൻ ആണ് ചൈനയുടെ നാണയം. 15ാമത്തെ ചോദ്യം. മയ്യുലഖബു ബിശാഇരി നീൽ എന്താണ് ചോദ്യം വന്നിട്ടുള്ളത്? ആരാണ് നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന കവി എന്നാണ്. ഓപ്ഷൻ എ അഹമ്മദ് ഷൗഖി, ഓപ്ഷൻ ബി അബുൽ അദായിയ, ഓപ്ഷൻ സി അബു അബ്ദുൽ മലിക്, ഓപ്ഷൻ ഡി ഹാഫിൻ ഇബ്രാഹിം. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഹാഫിൻ ഇബ്രാഹിമാണ്. അദ്ദേഹമാണ് നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ 15 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ. ഈ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.